അടുക്കളയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു നാടൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ വലുപ്പത്തിലുള്ള 2 നാരങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഒരു 4 കാന്താരമുളക്, ചെറിയ കാന്താരമുളക്, ഇതൊക്കെ നമ്മുടെ ഫ്ലേവർ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, 2 കപ്പ് വെള്ളം, പിന്നെ ഐസ് ക്യൂബ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും പച്ചമുളകും പഞ്ചസാരയും കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി അടിച്ച് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വെള്ളവും ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാരങ്ങ, അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങയും പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ പഞ്ചസാരയും എല്ലാം കൂടെയൊക്കെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലിയ നാരങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 1.5 ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഈ കാന്താരിമുളക് ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. നമുക്ക് വെജിറ്റബിൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്ന പച്ചമുളക് എടുക്കാം. പിന്നെ പഞ്ചസാര ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊരു 4 സ്പൂൺ പഞ്ചസാര വരുമായിരിക്കും. ഇത് ശരിക്കും നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഉപ്പാണ് ഇഷ്ടമെങ്കിൽ ഉപ്പ് എടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് മാത്രം മതിയെങ്കിൽ അത് കുറയ്ക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ബാക്കി ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബാക്കി വെള്ളവും ഐസും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം അടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഇത് ഐസ് ക്യൂബ്സ് ഇട്ട് സെർവ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായി മിക്സായി വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്നുകൂടി അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോ തവിയോ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടിച്ചു കൊടുക്കും. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ആദ്യമേ മൊത്തം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചു കൊടുക്കാത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് അരഞ്ഞു വരത്തില്ല. അപ്പോൾ നമുക്കിത് ശരിക്കും നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ നാരങ്ങയുടെ തൊലി എടുക്കുന്നില്ല, നാരങ്ങയുടെ ആ നീര് മാത്രമാണ് എടുക്കുന്നത്. അതേപോലെ ഇഞ്ചി പച്ചമുളക് അതൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങയുടെ തൊലി ഇടുന്നു, പിന്നെ കൂടെ പച്ചമുളക് ഇടുന്നു, ഇഞ്ചി ഇടുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാനായിട്ട് പോകുന്നു. ലാസ്റ്റ് നമുക്ക് ഐസ് ക്യൂബ് ഇടാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ് ക്യൂബ് ആഡ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, വെള്ളം മാത്രം വെച്ച് അടിച്ചെടുക്കാൻ പോകും. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ രണ്ടാമത് അടിച്ചെടുത്ത നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടി തന്നെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്തു. മുകളിൽ ഐസ് ക്യൂബ്സ് ഇട്ടു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു ലെമണിൻ്റെ പീസ് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മുടെ ജിഞ്ചർ ഗ്രീൻ ചില്ലി ലെമൺ ഡ്രിങ്ക്. ശരിക്കും ഒരു റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. പുതിയൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പുതിയൊരു ഐറ്റമായിട്ട്, പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ.